അപ്പോൾ അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ, ഈ ഇൻസ്റ്റഗ്രാമിലെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ അത്രയും ഒരു അഡിക്ഷനായി മാറുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. ഡോപ്പമിൻ നമുക്ക് അങ്ങനെ ഡീറ്റോക്സ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഫാൻസി ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വാക്ക് മാത്രമാണ് ഈ ഡോപ്പമിൻ ഡീറ്റോക്സ്. Hey guys, അപ്പോൾ സൈക്കാട്രി ഡ്യൂയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ എയ്മൻ. ഐ എം ഡോക്ടർ ഗൗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻ്റർനെറ്റിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയെ പറ്റിയിട്ടാണ്, ഡോപ്പമിൻ ഡീറ്റോക്സ്. ഇത് നിങ്ങളെല്ലാവരും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് നിർത്തൂ, യൂട്യൂബിൻ്റെ ഉപയോഗം മാറ്റിവെക്കൂ, നിങ്ങളുടെ ഫോൺ നിങ്ങൾ 72 മണിക്കൂർ മാറ്റി വെച്ച ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന് നിങ്ങളുടെ തലച്ചോറിനെ, നിങ്ങളുടെ ബ്രെയിനിനെ കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യൂ. അതെ, ചില വീഡിയോകളിൽ ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഏതോ ഒരു മാരകമായ ഒരു കെമിക്കലാന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന ഈ സെൽഫ് ഹെൽപ്പ് ഇൻ്റർനെറ്റ് ട്രെൻഡും അതിൻ്റെ യഥാർത്ഥ ന്യൂറോ സയൻസും എന്താണ് അതിന് പിന്നിലുള്ള വാസ്തവം. നമുക്കതിലേക്ക് കടക്കാം. ശരിക്കും എന്താണ് ഈ ഡോപ്പമിൻ? ഒരു പൊതുധാരണ എന്ന് വെച്ചാൽ ഡോപ്പമിൻ ഒരു സന്തോഷം തരുന്നൊരു കെമിക്കൽ എന്നാണ്. പക്ഷേ അതിനേക്കാൾ ഒത്തിരി കോംപ്ലക്സ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള ഫംഗ്ഷൻ. അതെ, ഇപ്പം ഡോപ്പമിൻ വെറും സന്തോഷത്തിനുള്ളൊരു കെമിക്കലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഉപയോഗത്തെ മുഴുവൻ ചെറുതാക്കി കാണിക്കുന്ന പോലെയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഡോപ്പമിൻ വേണം. നമ്മുടെ ചലനങ്ങളെ ഡോപ്പമിൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ശ്രദ്ധ, പഠിക്കാനിരിക്കുന്നതിൽ ഒരു മോട്ടിവേഷൻ, എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയും ഇതിനെല്ലാം ഡോപ്പമിൻ ആവശ്യമാണ്. ഡോപ്പമിൻ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഡോപ്പമിൻ ഈ പ്രതിഫലം കിട്ടുന്നതിന് മുന്നേ തന്നെ ഡോപ്പമിൻ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ മുൻകൂട്ടിയുള്ള ആകാംക്ഷയൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ, ഈ ഇൻസ്റ്റഗ്രാമിലെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതൊക്കെ അത്രയും ഒരു അഡിക്ഷനായി മാറുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽ ഓക്കെ കൊള്ളാം, പക്ഷേ അടുത്ത റീൽ അതിനേക്കാളും അടിപൊളിയായിരിക്കും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഓക്കെ അടുത്ത റീൽ ഇതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഫീലിംഗ്, ആ ഒരു സന്തോഷം അത് തേടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ കാണുന്ന ഓരോ റീലും. അതെ, ഇതിന് രസകരമായി മറ്റൊരു പേരുണ്ട്, ദ സ്ലോട്ട് മെഷീൻ എഫക്റ്റ്. അതായത് നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ലോട്ടറി എടുക്കുമ്പോൾ ഒരു 1-2 നമ്പറിൽ നഷ്ടപ്പെട്ട ഒരാൾക്ക് അടുത്തൊരു ആകാംക്ഷ ഉണ്ടാവും, അടുത്ത ലോട്ടറി എടുത്താൽ എനിക്ക് കിട്ടുന്നുണ്ടാവും. വീണ്ടും അതിലേക്ക് ഒരു ലോട്ടറിയും കൂടെ എടുത്താൽ 1-2 ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇത്തവണ കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. ആ ധാരണ ഉണ്ടാക്കുന്നത് ശരിക്കും ഡോപ്പമിൻ എന്നുള്ളൊരു കെമിക്കലാണ്. അതെ, അടുത്തത് എന്ത് വരും എന്നറിയാത്ത ഒരു എക്സൈറ്റ്മെൻറ്റ്, പിന്നെ ഒരിക്കലും അവസാനിക്കാത്തൊരു പുതുമ, ഇതൊക്കെയാണ് ഈ റീൽസ്, ഷോർട്സ് ഇതുപോലത്തെ സാധനങ്ങളെ കുറച്ച് അഡിക്റ്റീവാക്കി മാറ്റുന്നത്. ഇതിലിപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിൻ നമുക്ക് അങ്ങനെ ഡീറ്റോക്സ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. നമ്മുടെ തലച്ചോറ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. ആ ഡോപ്പമിൻ തലച്ചോറ് തന്നെ ഉണ്ടാക്കുകയും തലച്ചോറ് തന്നെ അതിൻ്റെ അളവുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡോപ്പമിൻ കൂടിക്കൂടി ഒരു പോയിസണായി മാറുക, ഒരു വിഷാംശമായി നമ്മുടെ ശരീരത്തിൽ മാറുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതെ, ഈ 48 മണിക്കൂർ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിനൊക്കെ ഫാക്ടറി റീസെറ്റ് ആവും എന്നുള്ളൊരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട്. അതാണ് ശരിക്കും ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. അതെ, പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഡോപ്പമിൻ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ഡോപ്പമിൻ ഈ ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഡോപ്പമിൻ ഇല്ലാത്തൊരു ജീവിതമാണോ? ഡോപ്പമിൻ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചലനങ്ങൾ, മോട്ടിവേഷൻ, അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഈ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ശരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ളതല്ല. ഇത് ആ പ്രയോഗം തന്നെ, അല്ലെങ്കിൽ ആ പദം തന്നെ ശരിക്കും പൊട്ടത്തെറ്റാണ്. അതെ, അത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ സെൽഫ് ഹെൽപ്പ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഫാൻസി ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകൾ രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വാക്ക് മാത്രമാണ് ഈ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറയുന്നതുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സത്യം. ഈ ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറയുന്ന പദം അത് പൊട്ടത്തെറ്റാണെങ്കിലും പക്ഷെ അതിനോടനുബന്ധിച്ച് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ശരിക്കും ഉള്ളതാണ്. ഉദാഹരണത്തിന് ഈ റീൽസ്, ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്, അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒരുപാട് നേരം നമ്മളിരുന്ന് സ്ക്രോൾ ചെയ്യുന്നത്,
ഫോൺ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തത്, നോട്ടിഫിക്കേഷൻസ്, ഉദാഹരണത്തിന് മെസ്സേജുകൾ വരുമ്പോൾ നമ്മൾ അതിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, കുറേ നേരം നമുക്ക് ഫോക്കസ് ചെയ്ത് അറ്റൻഷൻ കുറഞ്ഞു വരുന്നത്, നമുക്ക് ശ്രദ്ധ കൊടുത്തിരിക്കാൻ പറ്റാത്തത്, പിന്നെ ബോറടി, നമുക്ക് തീരെ ഇപ്പം സഹിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും വേണം നമ്മുടെ ബോറടി മാറ്റാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാർ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ റിയൽ ആയിട്ടുള്ളതാണ്. ശരിയാ, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വാസ്തവമുള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഒറ്റൊരു കെമിക്കലിൻ്റെ പ്രശ്നമാക്കിയാണ് നമ്മുടെ സമൂഹം അതിനെ മാറ്റിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ആധുനിക ജീവിതത്തിൽ നമ്മുടെ ശ്രദ്ധ വഴിതിരിച്ച് പോകുന്നതിനായി ഒരുപാട് മാർഗങ്ങളുണ്ട്. അതെ, ഇപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ റീൽസ്, നോട്ടിഫിക്കേഷൻസ്, ഈ യൂട്യൂബ് ഷോർട്സ്, അങ്ങനെ ബ്രെയിനിന് എന്താ പറയുക, ഒരു സൈലൻസ് കിട്ടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം. ശരിയാ, ഈ പെട്ടെന്ന് കിട്ടുന്ന പ്രതിഫലങ്ങളോട് നമ്മുടെ തലച്ചോറ് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പതിയെ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പതിയെ ചെയ്തു തീർക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ബോറടി ആയിട്ട് തോന്നും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപയോഗമുള്ള ചില കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചധികം ശ്രദ്ധ വേണം. ഉദാഹരണത്തിന് വായന, അല്ലെങ്കിൽ പഠിത്തം, ഈവൻ നമ്മൾ ജസ്റ്റ് വെറുതെ ബെഡിൽ കിടക്കുന്നത് പോലും നമുക്ക് ഇങ്ങനൊരവസ്ഥയിൽ വളരെ ബോറിംഗ് ആയി തോന്നിയേക്കാം. അത് തലച്ചോറ് ഡാമേജ് ആയതുകൊണ്ടൊന്നുമല്ല, ഈ പെട്ടെന്ന് കിട്ടുന്ന ഈ ഒരു പ്രതിഫലത്തിനോട് നമ്മുടെ തലച്ചോറ് അഡാപ്റ്റ് ആവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അതുകൊണ്ടാവണം നമുക്ക് ആർക്കും ഇപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റാത്തത്, വളരെയധികം റെസ്റ്റ്ലെസ് ആവുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികൾക്ക് ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അവർക്ക് വേറെ എന്തെങ്കിലും വേണം. ഈ ഒരു കാലത്ത്, നമ്മുടെ ഈ ആധുനിക കാലത്ത് കുട്ടികൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു വലിയ പ്രശ്നമാക്കുന്നതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു റീസൺ, ഒരു കാരണം ഇത് തന്നെയാണ്. ഈ ബോറടി തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഫോൺ കയ്യിലില്ലെങ്കിൽ അവർ ആകെ മൊത്തം വെപ്രാളപ്പെടുകയാണ്. അതെ, അപ്പോൾ ആ മാറി നിൽക്കുന്നതിലൂടെ ഈ ഡോപ്പമിൻ ഡീടോക്സ് അല്ല അവിടെ നടക്കുന്നത്. നമ്മുടെ പഴയ അവസ്ഥ എന്താണോ, നമ്മുടെ സാധാരണ അവസ്ഥ എന്താണോ അതിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഡോപ്പമിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും കുറയുകയും ചെയ്യുന്നതല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഡോപ്പമിൻ ഡീടോക്സ് ശരിയല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇതിലാദ്യമായി നാം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യുന്ന ചില പെരുമാറ്റങ്ങൾ, ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ശരിയാ, ടെക്നോളജി ആയിട്ട് നമ്മൾ ശരിക്കും ബോധപൂർവമായി കുറച്ച് പരിധികൾ വെക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഈ പരിധികളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻസ് കഴിയുന്നത്ര നോക്കാതിരിക്കുക. അങ്ങനെ നോക്കണം എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. പിന്നെ സ്ക്രോളിങ്, അതിന് നമ്മളൊരു നിശ്ചിത സമയം വെക്കണം. ഇപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണാൻ തീരുമാനിച്ചാൽ 15 മിനിറ്റേ കാണാവൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ മാറ്റി വെക്കുക തന്നെ വേണം. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മൾ ഫിക്സ്ഡ് ടൈമിംഗ് അതിനും കൊടുക്കേണ്ടതുണ്ട്. എന്തും ആവട്ടെ, യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ അങ്ങനെ എന്ത് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മൾ നിശ്ചിത സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ സമയത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനൊക്കെ പുറമേ ആയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഉറക്കം, പിന്നെ എക്സസൈസ്, സാമൂഹികമായിട്ടുള്ള ഇടപഴകൽ, ഇതൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉടനെ പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ ഒരു മസിൽ പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ. പിന്നെയും നമ്മൾ അതിനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതുമായിട്ട് അഡാപ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ചെറിയ ശ്രദ്ധ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഫോണിൽ നിന്ന് നമ്മൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് റിക്കവറി എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ ഒരു കെമിക്കൽ എടുത്ത് മാറ്റി തലച്ചോറിനെ വൃത്തിയാക്കുന്നതല്ല. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ പഠിക്കുകയും ഉടനെ നമുക്ക് പ്രതിഫലം കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ കുറച്ചധികം സമയം കൂടുതൽ ചെയ്യാനും എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കാതെയും പിന്നെ ശ്രദ്ധാപൂർവം ഓരോ തീരുമാനങ്ങൾ എടുക്കാനായി പഠിക്കുന്നതുമാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ ടെക്നോളജിയും പിന്നെ മറ്റ് സ്റ്റിമുലേഷനൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ അവയെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തെന്ന് നമുക്ക് മനസ്സിലായത് ഡോപ്പമിൻ ശരിക്കും ഒരു വില്ലനല്ല എന്നുള്ളതാണ്. അതെ, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ തലച്ചോറിലുള്ള ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല.
അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ സ്പാനിനെ നിങ്ങൾ കഴിയുന്നത്ര സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ മാനസിക ഉത്തേജനം പൂർണ്ണമായും വേണ്ട എന്നുള്ളതല്ല, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡോപ്പമിൻ ഒരു വില്ലനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സൈക്കാട്രിയും യഥാർത്ഥ ജീവിതവും കൂടിച്ചേർന്നുള്ള സംഭാഷണങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. We are the Psychiatry Duo, signing off.